ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടുപിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ബസ്സിൽ ലൈംഗികാതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടുപിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടുപിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, എവിടെ നിന്നാണ് ഷിംജിത പിടിയിലായിരിക്കുന്ന വിവരങ്ങൾ? സമീർ, വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും നീങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. കേരളം ഒന്നാകെ കാത്തിരുന്ന ആ സാറ്റിസ്ഫൈങ് വീഡിയോ ഇതാ എത്തിരിക്കുകയാണ്. ഷിംജിത പോലീസിന്റെ കൈകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഷിംജിത ബാംഗ്ലൂരും പോയില്ല, മാംഗ്ലൂരും പോയില്ല, ഒരു ഗൾഫിലും പോയിട്ടില്ല. ഇവിടെ തന്നെ വടകരയിൽ ഒരു ബന്ധു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഷിംജിത. അപ്പൊ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും നമ്മുടെ കേരള പോലീസ് പൊക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും വളരെ നിസ്സാരമായിട്ട് ഷിംജിത പിടിയിലായിരിക്കുകയാണ്. അപ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത്. മുഖം മറച്ചാണ് ഷിംജിത പോകുന്നത്. ഇനി മുഖം മറച്ചിട്ട് എന്ത് കാര്യം മോളെ? കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞിനെ നിന്നെ ഇപ്പൊ കണ്ടാൽ തിരിച്ചറിയും. അതുപോലെ നിന്നെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. നീ കാരണം ഒരുത്തന്റെ ജീവൻ പോയപ്പോൾ അതിനുള്ള മറുപടി ജനങ്ങൾ തരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സംഭവമാണ് എന്താണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി തുടരെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. ഇവളെ രക്ഷപ്പെട്ടു പോകുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളൊക്കെ എപ്പോഴും ഏതെങ്കിലും രാഷ്ട്രീയ പിൻബലം ഉണ്ടെങ്കിൽ പല കേസുകളിലും നമുക്ക് ജനങ്ങൾക്ക് നിരാശയാണ് പലപ്പോഴും പതിവായിട്ട് സംഭവിക്കാറുള്ളത്. എന്താണെങ്കിലും ഈ കേസിൽ അത് ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ഷിംജിത പിടിയിലായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.